തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ സംവിധാനത്തിലെ വലിയ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിരുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇന്നലെ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിച്ചു. ഇന്നിപ്പോൾ മന്ത്രിമാരടക്കം വലിയ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുകയാണ്. എന്താണ് സാർ? അല്ല, ഈ സത്യം പറയുമ്പോൾ 9 കൊല്ലം ഒന്നും ചെയ്യാത്തൊരു സർക്കാരിനെ കുറിച്ച് സത്യം പറയുമ്പോൾ വിമർശനമല്ലാണ്ട് അവർക്കൊന്നും പറയാനില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 9 കൊല്ലം മുമ്പേ ജനങ്ങളൊരു അവസരം കൊടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് CPM ഒരു അവസരം കൊടുത്തു. ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആശാ വർക്കേഴ്സാണോ, KSRTC ജീവനക്കാരാണോ, ഗവൺമെൻറ് പെൻഷനേഴ്സാണോ, മെഡിക്കൽ പേഷ്യൻസ് ആണോ, ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അവരിന്ന് പറയുന്നത് 9 കൊല്ലം ഞങ്ങൾ അവസരം തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ചോദിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു നോർമൽ ഇഷ്യൂ അല്ലേ? അതിനെന്താണ് വിമർശനം? മെഡിക്കൽ മേഖലയിൽ, ഹോസ്പിറ്റലിൽ ഇത് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇന്നും ഹെൽത്ത് മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ 80% പൈസ സെൻറ്ററിൽ നിന്ന് വരുന്ന പൈസയാണ്. അപ്പോൾ ഇതാണ് സത്യം. ഇത് ഒരു എലക്ഷൻ ഇഷ്യൂ ആണ്. ഇത് എലക്ഷൻ ഇഷ്യൂ ആയിട്ട്, ജനങ്ങളുടെ ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി അതിനെ എതിർക്കുന്നത്, വിമർശിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ഇത് ചെയ്തു, അതല്ലേ പറയേണ്ടത്? ഡോക്ടറെ ഭീഷണിപ്പെടുത്തി അല്ല നോക്കൂ, ഇത് CPMൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, സത്യം പറഞ്ഞാൽ വിമർശിക്കുക. ഇതൊരു ഡെമോക്രസിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഇതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഒരു അവകാശം, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹെൽത്ത് അവരുടെ ഒരു അവകാശമാണ്, മെഡിക്കൽ സർവീസസ് അവരുടെ അവകാശമാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പബ്ലിക് സർവൻ്റായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ പബ്ലിക് സർവൻ്റായ ഹെൽത്ത് മിനിസ്റ്റർ പറയേണ്ടത് ശരി, തെറ്റുപറ്റി, ഞങ്ങൾ ചെയ്തില്ല, ഇനി ചെയ്യാൻ പോകുന്നു, അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ നഡ്ഡാജിയോട് ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നഡ്ഡാജി ഇങ്ങനെ അധികം പറയുമോ? ഏത് സംസ്ഥാന ഗവൺമെൻറ്, BJP സംസ്ഥാന ഗവൺമെൻറ്റിൽ ഹെൽത്ത് മിനിസ്റ്ററിനെ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തലക്കേറിയിട്ട് വിമർശിക്കുമോ? ഇല്ല. ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊരു രാജവംശമാണ്, ഇതൊരു കിങ്ഡമാണ്. ഇവിടെ ആൾക്കാർ കിട്ടുന്നത് എടുക്കുക, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക, കിട്ടാത്തത് അതിനെക്കുറിച്ചൊന്നും പറയരുത്. അതല്ലല്ലോ ജനാധിപത്യ ഒരു സംവിധാനം, അതല്ലല്ലോ ഡെമോക്രസി. അതിനല്ലല്ലോ ജനങ്ങൾ ഒരു മാൻഡേറ്റും അവസരം കൊടുക്കുന്നത്. ജനങ്ങൾ അവസരം കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് 5 കൊല്ലം തരുന്നു, പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കും. അത് അവരുടെ അവകാശമാണ്. അല്ല നോക്ക്, ഇതിൽ നമ്മൾ ഈ റിപ്പോർട്ടെല്ലാം എടുക്കുമ്പോൾ ഒരു കോൺടെക്സ്റ്റ് ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല. നീതി ആയോഗ് എന്ത് കോൺടെക്സ്റ്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? അതിൽ മെഡിക്കൽ കപ്പാസിറ്റീൻ്റെ ഗ്രോത്ത് ഉണ്ടോ, ആരോഗ്യ മേഖലേൻ്റെ ഗ്രോത്ത് ഉണ്ടോ, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അതൊന്നുമല്ല. നീതി ആയോഗ് ഏതൊരു ക്രൈറ്റീരിയയിലും റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ എല്ലാം സത്യമാണെന്ന് അങ്ങനെ പറഞ്ഞ് LDF സർക്കാർ തയ്യാറാണോ? സത്യം അത് ഡോക്ടറല്ല പറഞ്ഞു, ഞാനാ പറഞ്ഞു, നിതി ആയോഗല്ല പറഞ്ഞത്. അവിടുത്തെ ഡോക്ടർ ആരിസല്ല പറഞ്ഞത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ എക്വിപ്മെന്റ് ഇല്ല. അത് ഞങ്ങളാ പറയുന്നത്, BJP അല്ലല്ല പറഞ്ഞത്. ഈ നോക്കൂ, ജനങ്ങൾ പറയുമ്പോൾ അതാണ് പ്രധാനം. നീതി ആയോഗ് പറഞ്ഞത് വേറൊരു കാര്യം, ജനങ്ങൾ പറഞ്ഞത് അതല്ല. സൈഡിൽ വെച്ചിട്ടല്ല നീതി ആയോഗിന്റെ റിപ്പോർട്ട് വെച്ച് മുമ്പോട്ട് പോയാൽ ഇത് എന്ത് സർക്കാരാണ്? അല്ല, അത് എനിക്ക് അങ്ങനെ അതിൽ കഴിവില്ല. ഞാൻ അങ്ങനെ വലിയൊരു ആരോഗ്യ മേഖലേൻ്റെ എക്സ്പേർട്ട് അല്ല, എക്സ്പേർട്ട് ആവാൻ ആഗ്രഹമില്ല. ഞാൻ പറയുന്നത് ഇതല്ല, നമുക്ക് കുറച്ചൊരു സീരിയസ്നെസ് ആയിട്ട് ഇത് എടുക്കണം. ഒരു ഡോക്ടർ, ഒരു കഴിവും റെസ്പോൺസിബിൾ ഒരു ഡോക്ടർ ഇങ്ങനെ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇതിന് സീരിയസ് ആയിട്ട് പ്രധാനമായിട്ട് ഇത് കാണണം, ഗൗരവമായിട്ട് ഇത് എടുക്കണം. അതിന് തർക്കിക്കാനോ അതിന് ഭീഷണിപ്പെടുത്തി അയാളെ സൈലൻസ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി ഒരു നല്ല കാര്യമല്ല എന്ന് ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു ക്രിറ്റിസിസമായിട്ട് വരുമ്പോൾ
ഒരു പബ്ലിക് സർവൻറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക, ഇതിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നു എന്ന് മുമ്പോട്ട് വയ്ക്കുക. അങ്ങനെയല്ല ഡിബേറ്റ് നടക്കേണ്ടത്. രാജ്യം മുഴുവൻ ഇവർക്കൊരു സർക്കാരിന് ഒരു ഷെയിം ആയതുകൊണ്ടാണോ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഇത് വരുന്നത്? അല്ല ഇത് ഈ എലക്ഷൻ വരുമ്പോൾ 9 കൊല്ലം 10 കൊല്ലം ഏത് സർക്കാർ എന്ത് ചെയ്തു എന്ന് ഒരു ലെജിറ്റിമേറ്റ് ഡിബേറ്റിംഗ് പോയിൻ്റാണ്. അതിന് ഓടിപ്പോകേണ്ട ഒരു അവസരം ജനങ്ങൾ തരില്ല. അതാണ് എലക്ഷൻ. ആ എലക്ഷൻ വരുമ്പോൾ RSS വേണ്ടാത്ത ഇഷ്യൂസിനെ മുമ്പോട്ട് വെച്ചിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ ഇഷ്യൂസാണ് ജനങ്ങളുടെ വിഷമങ്ങളും ജനങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ കഷ്ടങ്ങളെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അത് അങ്ങനെ ഡോക്ടർ ഹാരിസും വയ്ക്കുന്നുണ്ട്, എത്രയോ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അല്ല നോക്കുക, ഇത് എന്നോട് ചോദിച്ചു ആദ്യം, ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. CBFC ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ തീരുമാനിച്ചു, അവർ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ വ്യക്തമാക്കും. അവർ ഇപ്പോൾ മാറ്റർ സബ്ജൂഡിസ് ആണ്, കോർട്ടിൽ അവർ തീരുമാനിക്കും, കോർട്ട് തീരുമാനിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ വെച്ചോളൂ. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കാണുന്നത് ഞാൻ മുമ്പോട്ട് വയ്ക്കും. ഞാൻ നിങ്ങളുടെ വ്യൂ ചേഞ്ച് ചെയ്യാൻ ഞാൻ നടക്കാൻ പോകുന്നില്ല. ഞാൻ കാണുന്നത് ഏറ്റവും സിമ്പിളാണ് ഈ ഇഷ്യൂ. CBFC എന്തോ ഒരു തീരുമാനം എടുത്തു, അതിൻ്റെ എന്ത് ക്രൈറ്റീരിയൻ എന്ത് ബാക്ക്ഗ്രൗണ്ട് അവർ കോർട്ടിൽ പറയും. അതിനെ അപ്പീൽ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനും മൂവി മേക്കേഴ്സിനും ഒരു അവകാശമുണ്ട്. അത് അവർ എക്സസൈസ് ചെയ്യും. ഇതിൽ ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞത്, ഞാൻ ആ അഭിപ്രായം പറഞ്ഞു. ആ ഡിസ്പ്യൂട്ട് ലീഗലി വിജയിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ വിജയം എപ്പോഴാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഏതാ ഡേറ്റ്? എൻ്റെ കടമ എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു ദൗത്യം, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, പാർട്ടീൻ്റെ ആഗ്രഹം, ജനങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും. ഈ ഇഷ്യൂസ് വരുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതിന് സമർത്ഥമുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ അവർ ശരി, ഇന്ന് ചോദിച്ചില്ല അതെന്താ വലിയ ഇഷ്യൂ അല്ലല്ലോ, ശരി, അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് 24 ചാനലിനോട് ചോദിച്ചാൽ മതി. അവരാണല്ലോ എല്ലാ ഇൻസൈഡ് ഇൻഫർമേഷനുള്ള ചാനൽ, അവരോട് ചോദിച്ചാൽ മതി. ഞാനത് കണ്ടില്ല, ഞാനത് അങ്ങനെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. അവരെവിടുന്നോ എക്സ്പീരിയൻസ് ചെയ്തു, അവരോട് ചോദിക്കണം. നോക്ക്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയും ഉണ്ടാവില്ല. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് പറഞ്ഞതാണ്, 26 മാർച്ച് BJPനെ NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ദൗത്യം, പാർട്ടീൻ്റെ ദൗത്യം, എല്ലാ പ്രവർത്തകരുടെ ദൗത്യം. അത് വലിയ ലീഡറാണോ, ചെറിയ പ്രവർത്തകരാണോ, പുതിയ പ്രവർത്തകരാണോ, പഴയ പ്രവർത്തകർ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം BJPനെയും NDAനെയും അധികാരത്തിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അങ്ങനെ ക്ഷണം കിട്ടിയോ, ഇൻവിറ്റേഷൻ അയച്ചോ, വന്നോ, ഇല്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പിന്നെ 2-3 ദിവസം ന്യൂസ് നടത്താം. അതിൽ ക്ലാരിഫിക്കേഷൻ അത് വേറൊരു മിസ്ഇൻഫർമേഷൻ. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടുത്തെ ആ ഒരു സെൻറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും റഷ്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് അവിടുത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിന്ന് ഡയറക്റ്റ്ലി DRDOൻ്റെ ഒരു സെൻറ്റർ ആക്കിയിട്ട് ആ സെൻറ്റർ മാറും. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും DRDOൻ്റെ എംപ്ലോയീസ് ആവും. അപ്പോൾ അവിടെ എന്താ ജോബ് സെക്യൂരിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു ഇഷ്യൂ കിട്ടി, VD സതീശൻ എഴുതി, അത്രേ ഉള്ളൂ. ഈ ജാനകി സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെൻസർ കോടതി സുരേഷ് ഗോപി തള്ളിപ്പറഞ്ഞില്ല, പക്ഷേ അതിനെ എതിർക്കുന്നവരെ സുരേഷ് ഗോപി പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് ഈ സിനിമ അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. നോക്കൂ, ഞങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എമ്പുരാനെ പറ്റി ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇത് അല്ല അത് അദ്ദേഹത്തോട് ചോദിക്കൂ. എനിക്കറിയുന്നത് ഇത് ഒരു ഡിസ്പ്യൂട്ടാണ്. CBFCയും പ്രൊഡ്യൂസേഴ്സും അവർക്കൊരു അവകാശമുണ്ട്, കോർട്ടിൽ പോയിട്ടുണ്ട്, അവർ കോർട്ടിൽ തീരുമാനിക്കും. ഇല്ലല്ല, ഞാൻ സുരേഷ് ഗോപിയോട് സംസാരിച്ചു. സുരേഷ് ഗോപി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്നും കണ്ടില്ല, ഒരു കോൺട്രവേഴ്സിയും കണ്ടില്ല.